38-ാം അധ്യായം. അക്കാലത്ത് യഹൂദ തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീര എന്നു പേരുള്ള ഒരു അതുല്യാമിൻ്റെ അടുക്കൽ ചെന്നു. അവിടെ ഷൂവ എന്നു പേരുള്ള ഒരു കനാനിൻ്റെ മകളെ കണ്ടു. അവളെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. അവന് ഏർ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. അവന് ഓനാൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. അവന് ശേല എന്ന് പേരിട്ടു. അവൾ ഇവനെ പ്രസവിച്ചപ്പോൾ അവൻ കെസീബിലായിരുന്നു. യഹൂദ തൻ്റെ ആദിയാതനായ ഏറിന് താമാർ എന്നു പേരുള്ള ഒരു ഭാര്യയെ എടുത്തു. യഹൂദയുടെ ആദിയാതനായ ഏർ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് യഹോവ അവനെ മരിപ്പിച്ചു. അപ്പോൾ യഹൂദ ഓനാനോട്, നിന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവളോട് ദേവരധർമ്മം അനുഷ്ഠിച്ച് ജ്യേഷ്ഠൻ്റെ പേർക്ക് സന്തതിയെ ഉളവാക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ആ സന്തതി തൻ്റേതായിരിക്കില്ല എന്ന് ഓനാൻ അറിഞ്ഞുകൊണ്ട് ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നപ്പോൾ ജ്യേഷ്ഠ സന്തതിയെ കൊടുക്കാതിരിക്കേണ്ടതിന് നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. ഇവൻ ചെയ്ത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇവനെയും മരിപ്പിച്ചു. അപ്പോൾ യഹൂദ തൻ്റെ മരുമകളായ താമാരോട്, എൻ്റെ മകൻ ശേല പ്രാപ്തിയാകുവോളം നീ അപ്പൻ്റെ വീട്ടിൽ വെറുതെ പാർക്കാമെന്ന് പറഞ്ഞു. ഇതിന് സഹോദരന്മാരെ പോലെ മരിച്ചു പോകരുത് എന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ താമാർ അപ്പൻ്റെ വീട്ടിൽ പോയി പാർത്തു. കുറേ കാലം കഴിഞ്ഞിട്ട് ഷൂവയുടെ മകൾ യഹൂദയുടെ ഭാര്യ മരിച്ചു. യഹൂദയുടെ ദുഃഖം അറിയിച്ച ശേഷം അവൻ തൻ്റെ സ്നേഹിതൻ അതുല്ലാമിനിയായ ഹീരയോടുകൂടെ തൻ്റെ ആടുകളെ രോമം കെട്ടിരിക്കുന്ന അടിയന്തരത്തിന് പോയി. നിൻ്റെ അമ്മായപ്പൻ തൻ്റെ ആടുകളിൽ രോമം കെട്ടിരിക്കുന്ന അടിയന്തരത്തിന് ബിന്നിക്ക് പോകുന്നുവെന്ന് താമാരിന് അറിവ് കിട്ടി. ശേലപ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയെ കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈദവി വസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടി പൊതിച്ച് തിന്നേക്ക് പോകുന്ന വഴിക്കുള്ള ഏനയും പട്ടണത്തിൻ്റെ ഗോപുരത്തിലിരുന്നു. യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരുന്നതുകൊണ്ട് ഒരു വേശ്യയെന്ന് നിരൂപിച്ചു. അവൻ വഴിയിരിക്കെ അവളുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് തൻ്റെ മരുമകൾ എന്നറിയാതെ, വരിക, ഞാൻ നിൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ അടുക്കൽ വരുന്നതിന് നീ എനിക്ക് എന്ത് തരുമെന്ന് അവൾ ചോദിച്ചു. ഞാൻ ആട്ടിൻകൂട്ടത്തിൽ നിന്നൊരു കോലാട്ടിൻകുട്ടിയെ നിനക്ക് കൊടുത്തയക്കാമെന്ന് അവൻ പറഞ്ഞു. നീ കൊടുത്തയക്കുവോളത്തിന് ഒരു പണയം തരുമോ എന്ന് അവൾ ചോദിച്ചു. എന്ത് പണയം തരണമെന്ന് അവൻ ചോദിച്ചിരുന്നു. നിൻ്റെ മുദ്രമോതിരവും മോതിരച്ചരടും നിൻ്റെ കയ്യിലെ വടിയും എന്ന് അവൾ പറഞ്ഞു. ഇവ അവൾക്ക് കൊടുത്തു. അവൻ അവളുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. പിന്നെ അവൾ എഴുന്നേറ്റ് പോയി തൻ്റെ മുടുവറ നീക്കി വൈദവി വസ്ത്രം ധരിച്ചു. സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണയം മടക്കി വാങ്ങേണ്ടതിന് യഹൂദ അതുല്ലാമിനായ സ്നേഹിതൻ്റെ കൈവശം ആട്ടുകുട്ടിയെ കൊടുത്തയച്ചു. അവൻ അവളെ കണ്ടിട്ട് വേണം. അവൻ ആ സ്ഥലത്തെ ആളുകളോട്, ഏനയിമിൽ വഴിയിരിക്കുന്ന വേശ്യ എവിടെയെന്ന് ചോദിച്ചതിന് ഇവിടെ ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്നവർ പറഞ്ഞു. അവൻ യഹൂദയുടെ അടുക്കൽ മടങ്ങി വന്നു. ഞാൻ അവളെ കണ്ടില്ല, ഈ സ്ഥലത്ത് ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ, നമുക്ക് അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ അവൾ അത് എടുത്തുകൊള്ളട്ടെ, ഞാൻ ഈ ആട്ടുകുട്ടിയെ കൊടുത്തയച്ചുവല്ലോ, നീ അവളെ കണ്ടില്ലതാണെന്ന് പറഞ്ഞു. ഏകദേശം 3 മാസം കഴിഞ്ഞിട്ട് എൻ്റെ മരുമകൾ താമാർ പരസ്യം ചെയ്ത് പരസ്യത്താൽ ഗർഭിണിയായിരിക്കുന്നു എന്ന് യഹൂദയ്ക്ക് അറിവ് കിട്ടി. അപ്പോൾ യഹൂദ, അവളെ പുറത്തു കൊണ്ടുവരികയും അവളെ ചുട്ടുകളയണമെന്ന് പറഞ്ഞു. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ അമ്മായപ്പൻ്റെ അടുക്കൽ ആളയച്ചു. ഇവയുടെ ഉടമസ്ഥനായ പുരുഷനാലാവുന്നു ഞാൻ ഗർഭിണിയായിരിക്കുന്നത്. ഈ മുദ്രമോതിരവും മോതിരച്ചരടും വടിയും ആർക്കുള്ളത് എന്ന് നോക്കി അറിയണമെന്ന് പറയിച്ചു. യഹൂദ അവയെ അറിഞ്ഞു. അവൾ എന്നിലും നീതിയുള്ളവൾ, ഞാൻ അവളെ എൻ്റെ മകൻ ശേലാവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതിൽ പിന്നെ അവളെ പരിചയിച്ചതുമില്ല. അവൾക്ക് പ്രസവകാലമായപ്പോൾ അവളുടെ ഗർഭത്തിൽ ഇരട്ട പിള്ളകളുണ്ടായിരുന്നു. അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള കൈ പുറത്തു നീട്ടി. അപ്പോൾ ശ്രുതി കർമ്മിണി ഒരു ചുവന്ന നൂലെടുത്ത് അവൻ്റെ കൈക്ക് കെട്ടി. ഇവൻ ആദ്യം പുറത്തു വന്നുവെന്ന് പറഞ്ഞു. അവനോ കൈ പിന്നെയും അകത്തേക്ക് വിളിച്ചു. അപ്പോൾ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. നീ ഛിദ്രമുണ്ടാക്കിയത് എന്ത് എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവന് പേരസ് എന്ന് പേരിട്ടു. അതിനുശേഷം കൈമേൽ ചുവന്ന നൂലുള്ള അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവന് സേരഹ് എന്ന് പേരിട്ടു.